പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ എ കെ സജീവ്, സി ഡി ആർ വിനോദ്, അഡ്വക്കേറ്റ് സതീഷ് കുമാർ, ശ്രീ നടേശൻ, ശ്രീ സദാനന്ദൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ SRPCയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ഇവിടെ വന്ന് ഈ നിയമസഭയിലേക്കൊരു മാർച്ച് ഈ കാര്യത്തിന് വേണ്ടി നടത്തുന്നു എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ, ഈ ഭരണകൂടം നിങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതിയാണ് നിങ്ങളുടെ മുമ്പിൽ. കാരണം അത്ര ലജ്ജ തോന്നേണ്ട വിഷയമാണ്. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഇടയിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ മുൻഗണന എന്തായിരിക്കണം? ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമല്ലേ ഒരു സർക്കാരിൻ്റെ, ഗവൺമെന്റിന്റെ, ഭരണകൂടത്തിന്റെ ഒന്നാമത്തെ മുൻഗണന? ഇത് ഇവിടുന്ന് നൽകുന്ന ഔദാര്യമാണോ? ഞങ്ങൾ ആരെങ്കിലും നൽകുന്ന, ഏതെങ്കിലും ഭരണകൂടം നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമാണോ? ഭരണഘടനാപരമായ അവകാശമാണ് സജീവം പറഞ്ഞു. ഭരണഘടനാപരമായ അവകാശം, നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട, ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന്, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സമൂഹത്തിനോട് ഈ നാട് ചെയ്ത വലിയ ഗുരുതരമായ കുറ്റത്തിനുള്ള പ്രായശ്ചിത്തവും, ആ നൂറ്റാണ്ടുകളോളമുള്ള ഗ്യാപ്പ് അത് മാറ്റി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയതാണ് സംവരണം എന്ന് പറയുന്നത്. സംവരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ ആനുകൂല്യമാണ്. ഈ ദുരവസ്ഥ, ഈ പിന്നോക്കാവസ്ഥ എങ്ങനെ മാറേണ്ടത്? കുട്ടികൾ പഠിച്ച് നല്ല ഉയർന്ന നിലയിലെത്തിയിട്ട് വേണം, അല്ലേ? അല്ലാതെ കുറെ പണം ഉണ്ടായതുകൊണ്ടൊന്നും മാറില്ല. മാറണമെങ്കിൽ കുട്ടികൾ പഠിച്ച് നല്ല നിലയിൽ, നല്ല ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, മാനേജ്മെന്റ് വിദഗ്ധർ, എക്സ്പേർട്ടുകൾ ഒക്കെയായി നമ്മുടെ കുട്ടികൾ മാറുമ്പോഴാണ് അവർക്കും അവരുടെ കുടുംബത്തിനും അവർ ജീവിക്കുന്ന സമൂഹത്തിനും സമുദായത്തിനും നാടിനും മാറ്റം ഉണ്ടാകുന്നത്. 2 കൊല്ലമായി ഈ തുക, വളരെ ചെറിയ തുകയാണ്, അത് കണ്ടാൽ നമുക്ക് വിഷമമാവും. വളരെ ചെറിയ തുക, അതുപോലെ 2 കൊല്ലമായിട്ട് ഈ ഗ്രാൻസ് ഒന്നും കൊടുക്കാൻ, സ്റ്റൈപ്പൻഡോ അതുപോലെ ലംസൺ ഗ്രാൻഡോ ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു തെറ്റാണ്. അത് നമുക്ക് തിരുത്തിക്കണം. നമുക്കത് തിരുത്താൻ പറ്റും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തിരുത്തിക്കും നമ്മൾ തിരുത്തിയേ മതിയാവും. ഇതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരു പോലെ 2021 കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവ്. ആ ഉത്തരവിൽ വരുമാന പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് പട്ടികജാതിക്കാർ, അല്ലേ? 2.5 ലക്ഷം രൂപ വർഷം. മുന്നോക്ക സമുദായങ്ങൾക്ക് ചില സഹായങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ വരുമാന പരിധി എത്രയാണെന്നറിയാമോ? 8 ലക്ഷം രൂപ. ആരാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്? ഗവൺമെന്റ് ഉത്തരവാ, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ്. നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള വരുമാന പരിധി 2.5 ലക്ഷം, മുന്നോക്ക സമുദായത്തിന് 8 ലക്ഷം. എന്തൊരു അനീതിയാണ്! അതിന്റെ പുറത്തല്ലേ ഈ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്രൂരത അവസാനിപ്പിക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ ഗ്രാൻഡും അടിയന്തരമായി വിതരണം ചെയ്യുക, നമ്പർ 1. നമ്പർ 2, ഈ തുക വർദ്ധിപ്പിക്കുക. അതുപോലെ 3, കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കുക. ഇതിൽ ക്രീമി ലെയറൊന്നും വേണ്ട, അല്ലേ? ഇതിലൊന്നും വേണ്ട, ഇതൊരു ഏർപ്പാടും വേണ്ട. സമുദായങ്ങൾക്കെല്ലാം പിന്നോക്കാവസ്ഥയുള്ള സമുദായങ്ങളാണ്. സാമൂഹ്യമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾ തന്നെയാണ്. അവരങ്ങോട്ടൊന്നും വല്ലാതെ ഒന്നും കയറിയൊന്നും വന്നിട്ടില്ല. കുറച്ചുപേരൊക്കെ പഠിച്ച് കയറി പോയിട്ടുണ്ട്. അവരെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമാണ്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വീണ്ടും ഉറപ്പ് നൽകുന്നു, വീണ്ടും ഈ നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളുടെ വിഷയം മാത്രമായി ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിന്റെ മീതെ പരമാവധി സമ്മർദ്ദം ചെലുത്തി ഇത് നേടിയെടുക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് മാത്രം നൽകിക്കൊണ്ട് ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും
ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ റിസർവേഷൻ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ നേതാക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് പോയാൽ പലപ്പോഴും പല കാര്യവും നടക്കില്ല. ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നിങ്ങളെടുത്ത തീരുമാനത്തെ കൂടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി.